നമസ്കാരം. ലോകലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ആനവണ്ടിയിലൊരു യാത്രയാകാമെന്ന് വിചാരിച്ചു. ഇവർക്ക് വിനോദയാത്ര ഒരുപാട് സ്കീംസ് ഉണ്ട്. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് തെന്മല, അതുപോലെ തന്നെ പുതിയൊരു സ്ഥലത്തേക്കാണ് റോസ്മല. ഇതിനിടയ്ക്കൊരു സ്ഥലം പോകും പാലരുവി. എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം. തിരുവനന്തപുരം ചെങ്കോട്ട റോഡിൽ കരകുളത്ത് പുതിയ പാലം വഴി നടക്കുന്നതിനാൽ ഞങ്ങളുടെ തെന്മല യാത്ര വെള്ളയമ്പലം കാച്ചാണി വഴിയാണ്. യാത്രക്കാരായി ഞങ്ങൾ 39 പേരുണ്ട്. ഡ്രൈവർ സുധീറും യാത്രാ കോർഡിനേറ്റർ സജിത്തും ഞങ്ങൾക്ക് സുഗമമായ യാത്രയൊരുക്കി. KSRTCയുടെ ബഡ്ജറ്റ് ടൂറിൽ 25 വർഷം പൂർത്തിയാക്കിയ അനൂപും കുടുംബവും ഞങ്ങൾക്ക് മധുരം തന്നാണ് അവരുടെ സന്തോഷം പങ്കുവച്ചത്. യാത്രകൾ പലപ്പോഴും മധുരമുള്ള അനുഭവങ്ങളാണല്ലോ. അവയ്ക്ക് മധുരം കൂട്ടുവാൻ ചിലർ പാട്ട് തുടങ്ങി. മറ്റുള്ള യാത്രക്കാർ അവരെ താളമിട്ട് പ്രോത്സാഹിപ്പിച്ചു. എല്ലാവർക്കും പഥ്യം പഴയ പാട്ടുകളോടാണ്. ഒന്നര മണിക്കൂർ കൊണ്ട് ഞങ്ങളുടെ ബസ് വിതുര സ്റ്റാൻഡിലെത്തി. ഇനിയാണ് ബസ് ചേഞ്ച്. ഹൈറേഞ്ച് പോലുള്ള സ്ഥലങ്ങളിൽ കട്ട് ചേസ്, അതായത് നീളം കുറഞ്ഞ കുട്ടി ബസ്സാണ് വേണ്ടത്. അങ്ങനെ വിതുരയിൽ നിന്നും കിട്ടിയ കുട്ടി ബസ്സിൽ ഞങ്ങൾ യാത്ര തുടർന്നു. മടത്തറയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. നെടുമങ്ങാടിനപ്പുറം പാലോടിനിപ്പുറമുള്ള ഒരു മലയോര ഗ്രാമമാണ് മടത്തറ. ദോശയും കടലക്കറിയും, ചിലർ ചൂട് പൊറോട്ടയും ചിക്കനും കഴിച്ചു. വീണ്ടും യാത്ര. കൊല്ലം ജില്ലയിലെ തെന്മലയാണ് ആദ്യ ഡെസ്റ്റിനേഷൻ. ഇന്ത്യയിലെ പ്രഥമ പ്ലാൻഡ് ഇക്കോ ടൂറിസം സൈറ്റാണിത്. ശെന്തുരുണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയുമായി ചേർന്ന് തെന്മല ഇക്കോ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയാണ് ഇവിടുത്തെ വിവിധ ആക്ടിവിറ്റികൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇതാണ് തെന്മല ഡാമിലേക്കുള്ള എൻട്രൻസ് പോയിന്റ്. കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായി 1986 പണിത അണക്കെട്ടാണിത്. നമ്മളിന്ന് തെന്മല ഇക്കോ ടൂറിസത്തിൻ്റെ സൈറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാനുണ്ട്. എല്ലാം ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫെസിലിറ്റേഷൻ സെൻറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, ബട്ടർഫ്ലൈ സവാരി, അതേപോലെ തന്നെ ഒരു വാക്ക് വേ ഉണ്ട്. വളരെ രസമാണ്. വളരെ ഉയരത്തിലുള്ളൊരു വാക്ക് വേ. പിന്നെ ബോട്ടിംഗ് ഉണ്ട്, മാൻ പാർക്കുണ്ട്. അങ്ങനെ പിന്നെ വാട്ടർ ഫൗണ്ടൻ, അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ രസകരമായ കാഴ്ചകളാണ് തെന്മലയിലുള്ളത്. തെന്മല ഇക്കോ ടൂറിസം ആക്ടിവിറ്റികൾ പല തരത്തിലാണ് നടക്കുന്നത്. അഡ്വഞ്ചർ സോൺ, ലിഷർ സോൺ, അതുകൂടാതെ ബോട്ടിങ്, ബട്ടർഫ്ലൈ പാർക്ക്, മാൻ പാർക്ക് എന്നിങ്ങനെയൊക്കെ. ഇതൊക്കെയും 250 മീറ്റർ ചുറ്റളവിലാണുള്ളത്. എല്ലായിടത്തും കയറണമെങ്കിൽ ഒരാൾക്ക് 629 രൂപയുടെ പാക്കേജാണുള്ളത്. ഓരോ സ്ഥലത്തേക്കുമുള്ള ടിക്കറ്റുകൾ സെപ്പറേറ്റ് ആയും കിട്ടും. എൻട്രി ടിക്കറ്റുകൾ ഈ കമാനത്തിൻ്റെ വലതുവശത്തുള്ള തെന്മല ടൂറിസം ഓഫീസിൽ നിന്നാണ് കിട്ടുക. ഇവിടെ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള സമയം 2 മണിക്കൂറാണ്. അതിനാൽ മറ്റൊരു ആക്ടിവിറ്റിക്കും പോകാതെ തെന്മല ഡാം കാണുവാനായി ഞാനും വേണുവും ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ കൗണ്ടറിൽ നിന്നും 2 ടിക്കറ്റ് എടുത്തു. ഡാമിൻ്റെ മുകളിലേക്ക് പോകുവാൻ ഒരാൾക്ക് 10 രൂപയാണ് റേറ്റ്. ഇന്നിവിടെ ഡാം കാണുവാൻ അടുത്ത ജില്ലയിൽ നിന്നും കുറച്ച് സ്കൂൾ കുട്ടികൾ വന്നിട്ടുണ്ട്. ഡാമിൻ്റെ പടം എടുക്കരുതെന്ന് കർശന നിർദ്ദേശം കിട്ടിയതിനാൽ തെന്മല ഡാം ഞാൻ ഷൂട്ട് ചെയ്തില്ല. അല്ലെങ്കിൽ 30 നില കെട്ടിടത്തിന് ഉയരമുള്ള ഡാം സൈറ്റ് നിങ്ങളെ കാണിക്കാമായിരുന്നു. മഴക്കാറുള്ള ദിവസമായതിനാലും കാട്ടിൽ നിന്നും മൂടൽമഞ്ഞും പടർന്നതിനാലും ഞാൻ പകർത്തിയ ദൃശ്യങ്ങൾക്ക് വേണ്ടത്ര ഭംഗി കൈവന്നില്ല. രണ്ട് കിലോമീറ്ററോളം താഴേക്ക് ഇറങ്ങാനുള്ളതുകൊണ്ട്
ഞങ്ങൾ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് തിരിച്ചു നടന്നു. ബോട്ടിങ്ങിന് പോയ സഞ്ചാരികൾ പലരും തിരികെ വന്നിട്ടില്ല. അവർക്ക് ഇനിയും അരമണിക്കൂറുണ്ട്. ധാരാളം കുരങ്ങന്മാർ അവിടെ ഓടിച്ചാടി കളിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നതിനാൽ ഞങ്ങളുടെ കാത്തിരിപ്പ് അത്ര മുഷിപ്പനായില്ല. താമസിയാതെ ഞങ്ങളുടെ സഹയാത്രികരെല്ലാം എത്തിച്ചേർന്നു. വീണ്ടും യാത്രക്കിടയിൽ പൊട്ടിന് തേങ്ങ പോലെ നല്ലൊരു പാട്ട്, പിന്നെ അന്താക്ഷരി. ഇങ്ങനെയൊക്കെയാണല്ലോ നാം നമ്മുടെ യാത്രകളെ രസകരമാക്കുന്നത്. ആനവണ്ടി ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിലെത്തി. അതിന് നേരെ വലതുവശത്തായി കാണുന്ന റോഡിലൂടെ തിരിഞ്ഞാൽ പാലരുവിയിലേക്ക് എത്താം. നേരം ഉച്ചയായി, നല്ല വിശപ്പുണ്ട്. KTDCയുടെ മൊട്ടൽ ആരം തൊട്ടടുത്തുണ്ട്. എന്നാൽ പിന്നെ ഊണ് കഴിച്ചിട്ടാവും യാത്ര എന്നെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. റെസ്റ്റോറൻറ്റിൽ ഊണും കാത്തിരിക്കുമ്പോഴാണ് പലർക്കും പരസ്പരം പരിചയപ്പെടാനുള്ള അവസരം കിട്ടിയത്. യാത്രക്കാരിൽ ഏതാണ്ട് 70% പേരും KSRTCയുടെ ബജറ്റ് ടൂറിസം സംഘടിപ്പിക്കുന്ന യാത്രയിൽ പങ്കെടുക്കുന്നവരാണ്. പുതുതായി വന്നവരിൽ ഞാനും സുഹൃത്തുമുണ്ട്. ഊണ് കഴിഞ്ഞ ഉടനെ തന്നെ പാലരുവിയിലേക്ക് വണ്ടി വിട്ടു. ഇതാണ് പാലരുവിയിലേക്ക് പോകേണ്ടവർക്കുള്ള പാർക്കിംഗ് സ്റ്റേഷൻ. ഇവിടെയുള്ള വനംവകുപ്പ് ഓഫീസിൽ നിന്നും ഒരാൾക്ക് 70 രൂപ വെച്ച് ടിക്കറ്റ് എടുക്കണം. KSRTC ബസ്സിൽ വരുന്നവർക്ക് മാത്രം പാലരുവി വെള്ളച്ചാട്ടത്തിന് 200 മീറ്റർ ഇപ്പുറം വരെ അതേ ബസ്സിൽ പോകാം. അല്ലാത്തവർ അത് സ്കൂൾ കുട്ടികളായാലും ശരി, വണ്ടി പാർക്കിങ്ങിലിട്ട് തെന്മല ഇക്കോ ടൂറിസത്തിൻ്റെ ചെറിയ വണ്ടിയിൽ പോകണം. നമ്മൾ അടുത്ത ലൊക്കേഷനിലെത്തി. പാലരുവി വെള്ളച്ചാട്ടമാണ്. കുറച്ചുകൂടെ അങ്ങ് പോയാൽ മതി. മെയിൻ റോഡിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നാൽ പാലരുവിയിലെത്താം. നമുക്കിനി ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ കാണാം. സമയം ഉച്ച കഴിഞ്ഞ് 3:30 ആകുന്നു. ഇനി റോസ്മല കൂടി കാണാനുണ്ട്. ഞാനും എൻ്റെ സുഹൃത്തും ഞങ്ങളുടെ ബസ് കിടക്കുന്നിടത്തേക്ക് തിരിച്ചു പോകുന്നു. അവിടെ വനം വകുപ്പിൻ്റെ ചെറിയൊരു റിഫ്രഷ്മെൻറ്റ് സെൻ്ററുണ്ട്. അവിടെ നിന്നും ചായ കഴിച്ചതുകൊണ്ട് ക്ഷീണം മാറി. പാലരുവി കാണുവാൻ ധാരാളം സ്കൂൾ കുട്ടികൾ വന്നുകൊണ്ടേയിരുന്നു. ഒരു ദിവസം കുറഞ്ഞത് 1000 പേരെങ്കിലും പാലരുവി കണ്ട് മടങ്ങുന്നുണ്ടെന്ന് അവിടെ ഡ്യൂട്ടിയിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അതിനിടയ്ക്ക് ബജറ്റ് ടൂർ നടത്തുന്ന ഒരു KSRTC ബസ്സും അവിടെ വന്നു ചേർന്നു. ഇനി ഞങ്ങൾ എല്ലാവരും ചേർന്ന ഒരു ഫോട്ടോ സെഷനാണ്. എന്നെന്നും സൂക്ഷിച്ചു വെക്കാൻ ഒരു ഗ്രൂപ്പ് ഫോട്ടോ. 1, 2, 3. അടുത്ത ലക്ഷ്യം റോസ്മലയാണ്. അതിനെക്കുറിച്ചുള്ള സജിത്തിൻ്റെ സ്ഥലവിവരണം കേട്ടപ്പോഴേ പേടി തോന്നി. 12-13 കിലോമീറ്റർ പുലിയും ആനയും കരടിയും കടുവയുമുള്ള കൊടുങ്കാട്ടിലൂടെയാണ് യാത്ര. വലിയ വലിയ കയറ്റിറക്കങ്ങളും കൊടും വളവുകളും ധാരാളം. വഴിക്കോ വീതി വളരെ കുറവ്. ജീപ്പുകളാണ് ഇത്തരം ഓഫ് റോഡുകൾക്ക് പറ്റിയത്. റോസ്മലയിലേക്ക് പോകുന്ന സഞ്ചാരികളെ കാത്ത് കുറേ ജീപ്പുകൾ കിടക്കുന്നുണ്ടാവും. ഒരു യാത്രയ്ക്ക് 1000 രൂപയാണ് അവർ വാങ്ങുന്നത്.
പറയാതിരിക്കാൻ പറ്റില്ല, ഒരു അടിപൊളി യാത്രയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ, വളരെ ടീഡിയസ്, ടയർസം ബട്ട് എൻജോയബിൾ. എന്താണെന്ന് വെച്ചാൽ സമുദ്രത്തിൽ നിന്നൊരു 3000-4000 അടി മുകളിലാണ് റോസ്മല എന്ന് പറയുന്ന ഒരു പർവ്വതം തന്നെയാണ് സഹ്യപർവ്വതത്തിൻ്റെ ഒരു പ്രധാന ഭാഗം. 12 കിലോമീറ്റർ കാട്ടിനകത്തൂടെയാണ് പോകേണ്ടത്. ഇവിടെ കുറേ സെറ്റിൽമെൻ്റ് ഉണ്ട്. ഇവിടെ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് വലിയ കാടാണോ. പക്ഷെ വരുന്ന വഴി മുഴുവൻ കൊടുങ്കാടായിരുന്നു. അതുപോലെ തന്നെ വണ്ടി ഓടി വരുന്ന കണ്ടാൽ നമുക്ക് പേടിയാവും. കാരണം അങ്ങ് ഹിമാലയത്തിലൊക്കെ പോലെയുള്ള റോഡാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. താഴെ വലിയ കൊക്കയും ഒക്കെ. എന്തായാലും ഒരു വലിയ യാത്രയാണ്, അവിസ്മരണീയമായ യാത്രയാണ്, ഒരിക്കലും മറക്കുകയില്ല. 5-6 കിലോമീറ്റർ പോയപ്പോൾ ഞങ്ങൾക്ക് മുന്നിൽ KSRTC വക ഒരു ബസ് പോകുന്നത് കണ്ടു. അത് കുളത്തൂപ്പുഴയിൽ നിന്നും ദിവസവും രാവിലെയും വൈകുന്നേരവും റോസ്മലയിലേക്ക് സർവീസ് നടത്തി വരുന്ന ബസ്സാണ്. റോഡിൻ്റെ ഭീകരത ഞങ്ങൾക്ക് നന്നായി മനസ്സിലായി. ഡ്രൈവർ സുധീറിൻ്റെ മനസാന്നിധ്യം ഒന്ന് മാത്രമായിരുന്നു ആശ്വാസം. റോസ്മലയിലെത്തിയപ്പോൾ കാടിനുള്ളിൽ കുറച്ച് കടകളും വീടുകളും കണ്ടു. സർവീസ് ബസ് അവർക്ക് വേണ്ടിയാണ് വരുന്നത്. സർവീസ് ബസ്സിന് ഇവിടം വരെ വരാനാവും. എന്നാൽ അതിനു മുകളിലുള്ള വ്യൂ പോയിന്റിലേക്ക് ഞങ്ങൾക്ക് പോകാൻ അനുവാദം കിട്ടി. റോസ്മലയുടെ ഉച്ചിയിലാണ് വ്യൂ പോയിന്റ്. ഇനിയും 1 കിലോമീറ്റർ പോകണം ടിക്കറ്റ് കൗണ്ടർ പ്രവർത്തിക്കുന്ന ഫെസിലിറ്റേഷൻ സെൻറ്ററിലെത്താൻ. ഏലവും വാഴയും റബ്ബറും വളർത്തി വിളവെടുക്കുന്ന 300ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. കാട്ടുമൃഗങ്ങളിൽ നിന്നും വിളകളെ രക്ഷിക്കാൻ അവർ കൃഷിയിടത്തിന് ചുറ്റും ഇലക്ട്രിക് വേലി തീർത്തിട്ടുണ്ട്. റോസ്മലയിലെ വ്യൂ പോയിന്റിലേക്ക് കടക്കുവാൻ ഒരാൾക്ക് 70 രൂപയാണ് ടിക്കറ്റ് ചാർജ്. കൂർത്തുമൂർത്ത കല്ലുകൾ നിറഞ്ഞ കിഴുക്കാന്തൂക്കായ പർവ്വത പ്രദേശങ്ങളിലൂടെ ഞങ്ങൾ ആയാസപ്പെട്ട് 1 കിലോമീറ്റർ ദൂരം വീണ്ടും നടന്നു കയറി. കാലുകൾ വല്ലാതെ വേദനിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മുൻപേ റോസ്മലയിലെത്തിയ സഞ്ചാരികൾ എന്തോ കാഴ്ച കണ്ട് പരിസരം മറന്നങ്ങനെ നിൽക്കുകയാണ്. അതെന്താണെന്നറിയാൻ ഞങ്ങൾക്ക് ആകാംക്ഷയായി. സൂര്യാസ്തമയമാണോ? അങ്ങ് അഗാധതയിൽ തെന്മല താഴ്വരയുടെ വിശാല ദൃശ്യം. വളരെ വളരെ മനോഹരം. നഗ്നനേത്രങ്ങൾ കൊണ്ട് മാത്രം കാണാൻ കഴിയുന്ന, ആസ്വദിക്കാൻ കഴിയുന്ന ഈ ഭംഗി വർണ്ണിക്കാൻ വാക്കുകളില്ല. ഇത് കാണുവാൻ 70 രൂപ കൂടുതലല്ലേ എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നി. ഞാനും വേണുവും വ്യൂ ടവറിന് മുകളിൽ കയറി. അസ്തമയം അടുത്തു വരുന്നു. സൂര്യകിരണങ്ങളേറ്റ് ചുവന്ന സന്ധ്യ കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. കാടാണ്. ഇനിയും ഇവിടെ ഇങ്ങനെ നിൽക്കാനാവില്ല. ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു. ദുർഘടമായ ഇടുങ്ങിയ കാട്ടുപാതയിലൂടെ, അതും രാത്രിയിൽ. എല്ലാവരുടെയും മനസ്സിൽ പേടി നിറഞ്ഞു. ആ 12 കിലോമീറ്ററും പിന്നിട്ട് ബസ് ആര്യങ്കാവിലെ മെയിൻ റോഡിലെത്തിയപ്പോഴേ ഞങ്ങൾക്ക് ശ്വാസം നേരെ വീണുള്ളൂ. അതീവ ശ്രദ്ധയോടെ വണ്ടി ഓടിച്ച സുധീറിന് 1000 നന്ദി. ഇങ്ങനെയൊരു അവിസ്മരണീയ യാത്ര അറേഞ്ച് ചെയ്ത KSRTCക്കും ഒപ്പം ഞങ്ങളെ ചിരിപ്പിച്ച് സന്തോഷിപ്പിച്ച് കൊണ്ടു നടന്ന സജിത്തിനും.